നമസ്കാരം. കൊളംബിയൻ ലഹരിമരുന്ന് മാഫിയ തലവൻ പാബ്ലോ എസ്കോബാറിന്റെ സ്വകാര്യ മൃഗശാലയിൽ നിന്നും പെരുകിയ കൊക്കൈൻ ഹിപ്പോകൾക്ക് പുതുജീവൻ നൽകാൻ റിലയൻസ് ഗ്രൂപ്പ് ഡയറക്ടർ അനന്ത് അംബാനി രംഗത്തെത്തി. പരിസ്ഥിതിക്ക് ഭീഷണിയായതിനാൽ ഇവയെ കൊന്നൊടുക്കാനുള്ള കൊളംബിയൻ സർക്കാരിന്റെ നീക്കത്തിനെതിരായാണ് അംബാനി സഹായഹസ്തവുമായി എത്തിയത്. ഗുജറാത്തിലെ വന്താര വന്യജീവി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് ഈ മൃഗങ്ങളെ മാറ്റാൻ അദ്ദേഹം സന്നദ്ധത അറിയിച്ചു. കൊളംബിയയിലെ നദികളിൽ നാശം വിതയ്ക്കുന്ന 80ഓളം ഹിപ്പോകളെ ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് പദ്ധതി. വന്താരയിലെ അത്യാധുനിക സൗകര്യങ്ങളുള്ള വന്യജീവി കേന്ദ്രം ഇവയുടെ സ്ഥിരതാമസത്തിന് അനുയോജ്യമാണെന്ന് അനന്ത് അംബാനി കൊളംബിയൻ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. മൃഗങ്ങളെ സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള വിശദമായ കർമ്മ പദ്ധതിയും അദ്ദേഹം അധികൃതർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വന്യജീവി രക്ഷാകേന്ദ്രങ്ങളിലൊന്നായ വന്താര നിലവിൽ 100 കണക്കിന് ആനകൾക്കും സിംഹങ്ങൾക്കും കടുവകൾക്കും താവളമാണ്. ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് റിഫൈനറിക്ക് സമീപമാണ് ഈ ബൃഹത്തായ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കൊളംബിയയിലെ സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മൃഗങ്ങൾക്ക് അനുയോജ്യമായ സ്വാഭാവിക അന്തരീക്ഷം ഇവിടെ ഒരുക്കുമെന്ന് റിലയൻസ് ഗ്രൂപ്പ് വ്യക്തമാക്കുന്നുണ്ട്. 1980കളിൽ പാബ്ലോ എസ്കോബാർ ആഫ്രിക്കയിൽ നിന്നും അനധികൃതമായി എത്തിച്ചവയാണ് ഈ ഹിപ്പോകൾ. അദ്ദേഹത്തിന്റെ മരണശേഷം ഇവ പരിപാലിക്കപ്പെടാതെ മഗ്ദലീന നദീ തടങ്ങളിൽ പെറ്റുപെരുകുകയായിരുന്നു. ആഫ്രിക്കൻ സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായി കൊളംബിയയിലെ അനുകൂല കാലാവസ്ഥയിൽ ഇവ അതിവേഗം വർദ്ധിക്കുകയും പ്രാദേശിക ആവാസ വ്യവസ്ഥയ്ക്കും ജനങ്ങൾക്കും ഭീഷണിയായി മാറുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികളെ ആക്രമിക്കുന്നതും നദീതടങ്ങളിലെ ജൈവവൈവിധ്യം നശിപ്പിക്കുന്നതും പതിവായതോടെയാണ് ഹിപ്പോകളെ വെടിവെച്ചു കൊല്ലാൻ കൊളംബിയൻ സർക്കാർ തീരുമാനിച്ചത്. വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ പരാജയപ്പെട്ടതും കനത്ത ചെലവ് നേടുന്നതും മൂലമാണ് സർക്കാർ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് അനന്ത് അംബാനിയുടെ ഇടപെടൽ നിർണായകമാകുന്നത്. മൃഗങ്ങളെ കൊല്ലുന്നത് ഒഴിവാക്കാൻ ആധുനിക ഗതാഗത സൗകര്യങ്ങളും വിദഗ്ധരായ വെറ്റിനറി ഡോക്ടർമാരുടെ സേവനവും വന്താര ഉറപ്പു നൽകുന്നുണ്ട്. ഈ ജീവികൾ ജനിച്ച സാഹചര്യം അവരുണ്ടാക്കിയതല്ല, അവരുടെ വികാരങ്ങളുള്ള ജീവജാലങ്ങളാണ്. അവയെ സംരക്ഷിക്കാൻ നമുക്ക് അവസരമുള്ളപ്പോൾ അത് ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് അനന്ത് അംബാനി തന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം വന്താരയിലേക്ക് വൻതോതിൽ വന്യമൃഗങ്ങളെ ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് പരിസ്ഥിതി വിദഗ്ധർക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ജാംനഗറിലെ കടുത്ത വേനൽക്കാല താപനില ഹിപ്പോകൾക്ക് എത്രത്തോളം അതിജീവിക്കാനാകുമെന്ന ആശങ്കയും ചിലർ ഉയർത്തുന്നു. എന്നാൽ ശാസ്ത്രീയമായ രീതിയിലുള്ള പരിപാലനത്തിലൂടെ ഇത് മറികടക്കാനാകുമെന്നാണ് വന്താര അധികൃതരുടെ അവകാശവാദം. ലഹരിമരുന്ന് രാജാവിന്റെ വിനോദമായി തുടങ്ങിയ ഹിപ്പോകളുടെ സാന്നിധ്യം ഇന്ന് കൊളംബോയിലെ വലിയൊരു ടൂറിസം മേഖല കൂടിയാണ്. എസ്കോബാറിന്റെ പഴയ എസ്റ്റേറ്റ് ഇപ്പോൾ ഒരു തീം പാർക്കായി മാറിയിട്ടുണ്ട്. ഹിപ്പോകളെ കാണാനെത്തുന്ന വിനോദസഞ്ചാരികളെ ആശ്രയിച്ച് നിരവധി കുടുംബങ്ങളും അവിടെ കഴിയുന്നുണ്ട്. എന്നാൽ അവയുടെ എണ്ണം അനിയന്ത്രിതമായത് പരിസ്ഥിതി മന്ത്രി ഐറിൻ വെലസ് ഗൗരവമായാണ് കാണുന്നത്. ഹിപ്പോകളെ ആഫ്രിക്കയിലേക്ക് തിരിച്ചയക്കുന്നത് പ്രായോഗികമല്ലെന്നും വിദഗ്ധർ നേരത്തെ കണ്ടെത്തിയിരുന്നു. പ്രദേശത്ത് വളർന്ന ഇവ രോഗങ്ങൾ പടർത്താൻ സാധ്യതയുള്ളതിനാൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവയെ സ്വീകരിക്കാനും മടിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇന്ത്യയിലെ വന്താര ഒരു ബദൽ മാർഗമായി കൊളംബിയയ്ക്ക് മുന്നിൽ തെളിയുന്നത്. അനന്ത് അംബാനിയുടെ അപേക്ഷയിൽ കൊളംബിയൻ സർക്കാർ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. പരിസ്ഥിതി സംരക്ഷണവും മൃഗക്ഷേമവും തമ്മിലുള്ള വലിയൊരു സംവാദത്തിലാണ് എന്തായാലും ഈ സംഭവം വഴിവെച്ചിരിക്കുന്നത്. കൊളംബിയ സമ്മതം മൂളിയാൽ ലോകയുടെ ഏറ്റവും വലിയ വന്യജീവി സ്ഥാനാന്തരങ്ങളിലൊന്നായി ഈ മാറ്റം ചരിത്രത്തിൽ ഇടം പിടിക്കും.